കേന്ദ്ര ബഡ്ജറ്റിനെതിരെ പയ്യന്നൂരിൽ പ്രതിഷേധ പ്രകടനം. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള ക്രൂരമായ അവഗണനയ്ക്കെതിരെ CITU, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ യോഗവും ചേർന്നു. കെ ശ്രീധരൻ സ്വാഗതവും PV കുഞ്ഞപ്പൻ അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രതിഷേധ പരിപാടി എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാവരും ബോധവാന്മാരാണ്. മോഡി ഗവൺമെന്റ് മൂന്നാമതും അധികാരത്തിൽ വന്നതിന് ശേഷം അവതരിപ്പിക്കുന്ന ഇത്തവണത്തെ ഈ ബഡ്ജറ്റിൽ കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, കേരളം എന്ന ഒരു പേര് പോലും ആ ബഡ്ജറ്റിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ബഡ്ജറ്റിന് മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള സർവേ റിപ്പോർട്ടിൽ കേരളത്തെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളം പല മേഖലകളിലും പുരോഗതി കൈവരിക്കുന്നു, നമ്പർ 1 ആകുന്നു. ആ പറഞ്ഞു വെച്ചത് കേരളത്തിലൊന്നും കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. കേരളം ഇങ്ങനെയെല്ലാം പുരോഗമിക്കുന്നുണ്ടല്ലോ, പിന്നെ അവർക്കെന്തിനാണ് എന്തെങ്കിലും പണം കൊടുക്കുന്നത് എന്ന മനോഭാവമാണ് അതിലെല്ലാം നിഴലിച്ച് കാണുന്നത്. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് V നാരായണൻ, KK കൃഷ്ണൻ, UV രാമചന്ദ്രൻ, K സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Could this be a moment? Got it! One of the great catches! And the pressure you will never see! My goodness gracious me! മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.